പാർട്ടി നേരത്തെ തന്നെയാണ് തീരുമാനിച്ചത്. നവംബർ 1-ാം തീയതി ഉച്ചയ്ക്ക് രാവിലെ 11:45 ഈ വിവരം കടകംപള്ളി സുരേന്ദ്രൻ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും ആ പ്രദേശം ഉൾക്കൊള്ളുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്നെ വിളിച്ച് പറഞ്ഞു. മറ്റ് പട്ടികയിലുണ്ടായിരുന്ന 2 സ്ഥാനാർത്ഥികളെ പുള്ളി പറഞ്ഞത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞു സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ. അതിനുശേഷം ഞാൻ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്, ആ നാട്ടിലാണ് ജീവിക്കുന്നത്, അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അതിനുശേഷം ഒരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇടപെടലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ പേരുകാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളൂർ വാർഡിൽ CPM അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലിജു എസിനെയാണ്. എന്നാൽ അവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ K. ശ്രീകണ്ഠൻ. ദേശാഭിമാനിയുടെ മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കൂടിയാണ് അദ്ദേഹം. എന്താണ് അങ്ങനെ ഒരു മത്സരിക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? ഞാൻ നമ്മുടെ പാർട്ടി നേരത്തെ തന്നെയാണ് തീരുമാനിച്ചത്. നവംബർ 1-ാം തീയതി ഉച്ചയ്ക്ക് രാവിലെ 11:45 ഈ വിവരം കടകംപള്ളി സുരേന്ദ്രൻ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും ആ പ്രദേശം ഉൾക്കൊള്ളുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്നെ വിളിച്ച് പറഞ്ഞു. മറ്റ് പട്ടികയിലുണ്ടായിരുന്ന 2 സ്ഥാനാർത്ഥികളെ പുള്ളി പറഞ്ഞത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞു സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ. അതിനുശേഷം ഞാൻ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്, ആ നാട്ടിലാണ് ജീവിക്കുന്നത്, അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അതിനുശേഷം ഒരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇടപെടലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ പേരുകാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് പാർട്ടി മെമ്പറാണ്. 1985 പാർട്ടി മെമ്പർഷിപ്പ് വന്നു. പാർട്ടി ഇതിന് ഉത്തരവാദിയല്ല, ഞാൻ പാർട്ടിക്കെതിരായിട്ടുമല്ല മത്സരിക്കുന്നത്. ഇതിലുള്ള പ്രതിഷേധമാണ്. എന്നെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. എന്നോട് രംഗത്തിറങ്ങാൻ പറഞ്ഞു. ഞാനത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം ചില അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് എന്നെ ഒഴിവാക്കിയത്. അതിന് എതിരായിട്ടുള്ള പ്രതിഷേധമാണ്. എന്തിനാണ് ഒഴിവാക്കിയെന്നറിയില്ല. ഞാൻ ആ വാർഡിൽ നിന്നാൽ 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആ പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകനാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ്. അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇത് അവരുടെ നാട്ടുകാരാണ്, അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്ന ഒരാളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഈ റിട്ടയർ ചെയ്തിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസാന എപ്പിസോഡാണ്. ആ നാട്ടിലെ ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ സിറ്റിയിലെ ഉള്ളൂരിലാണെങ്കിലും ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ചോദിച്ചത്. അതവർ ആദ്യം എല്ലാവരും തീരുമാനിച്ചതാണ്. പക്ഷെ പിന്നീട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. ഈ അവസാന നിമിഷമുണ്ടായ ആ നീക്കത്തിന് മുന്നിൽ കടകംപള്ളിയാണെന്നാണോ കരുതുന്നത്? എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ അനിഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ശ്രീകണ്ഠൻ ചേട്ടനോട് അങ്ങനെ കടകംപള്ളിക്ക് അങ്ങനെ അനിഷ്ടം തോന്നാൻ? എനിക്ക് ആ കാരണം മനസ്സിലാവുന്നില്ല. അപ്പോൾ പുള്ളി അങ്ങനെ അനിഷ്ടം തോന്നേണ്ട കാര്യമില്ല. കാര്യം ഞാൻ കുട്ടിക്കാലം മുതൽ എന്നെ അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഈ പാർട്ടിക്കെതിരായിട്ട് ഇതുവരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം 100% നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പ്രചരണ യോഗങ്ങളിൽ പോയി പ്രസംഗിക്കുന്ന ഒരാളാണ്. വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ എന്താണ് ഇങ്ങനെ ഇതുണ്ടാവാനുള്ള കാരണം എന്നറിയില്ല. നിങ്ങൾ ആ നാട്ടിലൊന്ന് അന്വേഷിച്ചറിയാം. ഒരു സീറ്റ് ആദ്യം ജയിക്കേണ്ട ഒരു സീറ്റായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദി കടകംപള്ളി സുരേന്ദ്രൻ. ഈ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെയായി വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ് താങ്കൾ. ഞാനതിന് അങ്ങനെ അവരോട് സംസാരിച്ചിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നും ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. ഞാൻ എൻ്റെ വിഷമം ഞാൻ പോയി പറഞ്ഞിട്ട് അതിൽ അവർ കാര്യമായി ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടപെട്ടിട്ടും ഈ കടകംപള്ളിയുടെ തീരുമാനത്തിനാണ് ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. ആരോടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചത്? ഞാൻ ഗോവിന്ദ മാഷെ കണ്ടു പറഞ്ഞു, ശിവൻകുട്ടിയോട് പറഞ്ഞു, പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു. അവരോടൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ല മുഖ്യമന്ത്രിയൊന്നും ഇതിനകത്ത് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. എല്ലാവരോടും പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ചെറിയ അതൃപ്തിയൊക്കെ ഉണ്ടാവുന്ന ശിവൻകുട്ടി പറഞ്ഞു. അതിനൊന്നും കണക്കാക്കണ്ടെന്നാണ്. സ്ഥാനാർത്ഥി ആവാൻ പറഞ്ഞതും പുള്ളി തന്നെയാണ് എന്നോട്. ശിവൻകുട്ടിയും പറഞ്ഞിരുന്നു. ഞാൻ പുള്ളിയോടും പറഞ്ഞു. ഞാൻ SFI-യിലൂടെ വന്ന ആളാണ്. പുള്ളി പഞ്ചായത്ത് 1988 ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ കൂടെ അതുമുതലുള്ള ബന്ധമാണ്, 88 മുതലുള്ള ബന്ധമാണ്. എന്തെങ്കിലും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാനാണോ തീരുമാനം? ഉറച്ചേക്കും. വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും.
ഉള്ളൂർ ഇത്തവണ കാര്യം അവിടെ ആളുകൾക്ക് അത്ര ഒരു താല്പര്യമുണ്ട്. കാര്യം അവിടുത്തെ അവരുടെ പ്രശ്നങ്ങളിൽ ഇപ്പം തന്നെ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. വേറെ ഏതെങ്കിലും ഉയർന്ന പദവിയിലേക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൗൺസിലർ, നിങ്ങൾക്കറിയാലോ ഈ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്നതിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇപ്പം തന്നെ ഞാൻ അവിടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ആളാണ്. അതവിടെ ഒന്ന് ചോദിച്ചറിയാം. എല്ലാ വിഷയങ്ങളിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധപ്പെട്ട അവിടെ ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല എനിക്ക്. അങ്ങനെ ഒരു കണ്ണിയിൽ ഒതുങ്ങുന്ന ഒരാളല്ല ഞാൻ. എല്ലാ വിഷയത്തിലും ഞാൻ ഇടപെടാറുണ്ട്. എൻ്റെ വീട് പൂട്ടാറില്ല, ഗേറ്റ് പൂട്ടാത്ത ഒരു വീട് ആണ് എൻ്റെ വീട്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറി വരാം. ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ചോദിച്ചു നടന്നു പോകുമ്പോൾ എന്നെ കണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അപ്പം ഇനി നാസയിലേക്ക് ആളിനെ അയക്കണമെങ്കിൽ ഞാൻ അപ്പം തന്നെ മൊബൈൽ എടുക്കും. പിന്നീടാണ് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചത്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ ഒരു പ്രകൃതമാണ് എൻ്റേത്. എന്തായാലും പാർട്ടി നേതാക്കളുടെ പാർട്ടിക്കെതിരല്ല, ഞാൻ ഒരിക്കലും പാർട്ടിക്കെതിരല്ല. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഈ തദ്ദേശ ഇലക്ഷനിൽ സ്വതന്ത്രമായിട്ടൊക്കെ മത്സരിക്കുന്നതിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായും പാർട്ടി നടപടി ഉണ്ടാവും. പാർട്ടി നടപടി എടുത്താൽ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. പാർട്ടി അങ്ങനെ നടപടി എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കുമല്ലോ. അങ്ങനെ അതിനുശേഷം പാർട്ടിക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. ഇനി പാർട്ടി നടപടിയെടുത്താൽ ഞാൻ പാർട്ടിക്കെതിരല്ല, ഞാൻ ഇനിയും പാർട്ടിയായിട്ട് തന്നെ തുടരും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ കുട്ടിക്കാലം മുതൽ ജീവിക്കുന്ന ഒരാളാണ്. പാർട്ടിയാണ് എന്നെ വളർത്തിയത്, പാർട്ടിയാണ് എനിക്കൊരു പ്രചോദനമായിട്ട് ഇന്നും പാർട്ടി തന്നെയാണ്. നാളെ ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പോയാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പാർട്ടിയിലൊക്കെ തിരിച്ചു വരാം. പാർട്ടി തിരിച്ചു വരാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഒരു ഘടകമാണെന്ന് നമ്മൾ പിണങ്ങി പോകുന്നില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പാർട്ടിക്കാരനായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, എന്തായാലും പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് മത്സരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് കെ ശ്രീകണ്ഠൻ പറയുന്നത്.